23 വർഷത്തെ കാത്തിരിപ്പ് വെറുതെയായില്ല. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അച്ഛനും മകനും ഒരേ ഫ്രെയിമിൽ ഒന്നിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് നല്ല ഒന്നാന്തരം ഫീൽ ഗുഡ് അനുഭവം. മലയാളിക്ക് എക്കാലവും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുപിടി കഥാപാത്രങ്ങളെയാണ് ജയറാം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. മഴവിൽക്കാവടിയിലെ വേലായുധൻകുട്ടിയും സന്ദേശത്തിലെ പ്രകാശനും തൂവൽക്കോട്ടാരത്തിലെ പൊതുവാളുമെല്ലാം ഇന്നും മലയാളിയുടെ പ്രിയപ്പെട്ടവരാണ്. ഒരിടവേളയ്ക്ക് ശേഷം കുടുംബനാഥനായുള്ള ജയറാമിന്റെ തിരിച്ചുവരവാണ് ആശകളായിരം. മകനായി കാളിദാസ് തന്നെ എത്തുന്നത് സിനിമാപ്രേമികൾക്ക് ഇരട്ടിമധുരമാകുന്നു. അച്ഛൻ മകൻ കെമിസ്ട്രിയാണ് സിനിമയുടെ ഏറ്റവും വലിയ ശക്തി. സിനിമാതാരമാകാൻ ആഗ്രഹിക്കുന്ന മകനെയും സാധാരണക്കാരനായ അച്ഛനെയും കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ടു പോകുന്നത്. അച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധം, ചെറിയ തമാശകൾ, തുടർന്നുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ എന്നിവയാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത്. നർമ്മരംഗങ്ങളാണ് ഒന്നാം പകുതിയുടെ ഹൈലൈറ്റ്. എങ്ങനെയെങ്കിലും സിനിമയിലെത്തണമെന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന അജീഷും രണ്ടറ്റം കൊട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഹരിഹരനും തമ്മിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ ഹാസ്യരൂപേണയാണ് ഒന്നാം പകുതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ പ്രധാനപ്പെട്ട പ്ലോട്ട് പോയിന്റ് സംഭവിക്കുന്നതും ഒന്നാം പകുതിയിലാണ്. രണ്ടാം പകുതിയോടെ ചിത്രത്തിന്റെ ട്രാക്ക് പതുക്കെ മാറുന്നു. ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് ഇരുവരും തമ്മിലുള്ള ഉരസലുകൾ ശക്തമാകുന്നു. ഒരു ഘട്ടത്തിൽ പരസ്പര പോരിലേക്ക് പോലും കാര്യങ്ങൾ എത്തുന്നിടത്ത് ചിത്രം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു. നർമ്മ മുഹൂർത്തങ്ങളിലും വൈകാരിക രംഗങ്ങളിലും ജയറാമിന്റെയും കാളിദാസിന്റെയും മത്സരിച്ചുള്ള അഭിനയം തന്നെയാണ് ചിത്രത്തെ കൂടുതൽ മികച്ചതാക്കുന്നത്. തന്റെ സേഫ് സോണിൽ നിന്നുകൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന പ്രകടനമായിരുന്നു ജയറാമിന്റേത്. എന്നാൽ യഥാർത്ഥത്തിൽ ഞെട്ടിച്ചത് കാളിദാസ് ജയറാമായിരുന്നു. ചിത്രത്തിലെ പ്രധാനപ്പെട്ട വൈകാരിക നിമിഷങ്ങളെല്ലാം കൈയടക്കത്തോടെ കാളിദാസ് കൈകാര്യം ചെയ്തു. ആശ ഹരിഹരനായി എത്തിയ ആശ ശരത്ത് തന്റെ വേഷം മികച്ചതാക്കി. ഷഫ്ഫുദ്ദീൻ, ഇഷാനി കൃഷ്ണ, രമേശ് പിഷാരടി, കുഞ്ചൻ എന്നിവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കി.